എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയോ എന്ന് എനിക്കറിയില്ല, കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇങ്ങനത്തെ വാർത്തകൾ വളരെ വൈകിട്ടാണ് കിട്ടുക. അത് തന്നെ പേരൊന്നും ഉണ്ടാവില്ല, കാരണം സംശയം തോന്നാൻ വേണ്ടിയിട്ടേ, അതായത് മുസ്ലിം നാമധാരിയാണെന്ന് തോന്നണം സമൂഹത്തിന്. എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത, അതായത് എന്താണെന്ന് നിങ്ങൾക്ക് എൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ എന്ന രാജ്യത്തോട് സ്നേഹം, അതായത് രാജ്യസ്നേഹികൾ അവർ വീണ്ടും ചാരപ്രവർത്തനം നടത്തി പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുത്തനും കൂടി, അതും ഏതോണ്ട് IAS ഓഫീസറോ അങ്ങനെ എന്തോ ഒരു ഓഫീസറൊക്കെയാണ്. ഈ ഒരു വർഷം 2025 ഇപ്പോൾ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചത് ഒരു സെഞ്ചുറി തികയും എന്നാണ് വിചാരിച്ചത്. കാരണം അത്രക്കധികം രാജ്യസ്നേഹികളാണല്ലോ ഇന്ത്യയിലുള്ളത്. രാജ്യസ്നേഹി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തോട് സ്നേഹിക്കുന്ന സർവ്വസംഘികളും. നമ്മൾ അറിയുന്ന ഏതാണ്ട് 60 പേരാണ് ഈ ഒരു വർഷം അറസ്റ്റിലായത്, കണ്ട വാർത്തകൾ. ഇപ്പൊ തന്നെ വീണ്ടും ഒരാൾ കൂടി അറസ്റ്റായി, എന്ന് വെച്ചാൽ 61ാമത്തെ ആള് അറസ്റ്റായിരിക്കുകയാണ്. അപ്പോ ഒരു നിരാശ എന്താന്ന് വെച്ചാല് സെഞ്ചുറി തികഞ്ഞില്ല എന്നുള്ളത് കാര്യമാണ്. ഏതായാലും നമുക്കൊരു വീഡിയോ കാണാം ഇത് പറഞ്ഞതിന് മുന്നേ, കാരണം ആ വീഡിയോ വളരെ ശ്രദ്ധേയമാണ്, കണ്ടോക്കെ. दोस्तों, इस खबर को गोदी मीडिया इसलिए नहीं दिखाएगी क्योंकि 10 पाकिस्तानी पिस्तौल के साथ ये चारों लोग को दिल्ली क्राइम ब्रांच ने पकड़ा हुआ है और चारों का नाम है अजय, मनदीप, दलविंदर, रोहन। अगर भूल के भी कोई मुस्लिम एक निकल गया रहता तो हर कोई बोलता कि हर एक कांड करने वाले में एक मुस्लिम लोग का हाथ रहता है. അതായത് കഴിഞ്ഞ ആഴ്ച 4 പിടിച്ചു, അതിന്റെ മുമ്പ് 6 പിടിച്ചു, അതിന്റെ മുമ്പത്തെ ആഴ്ച. ഇപ്പൊ ഈ വർഷം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ സംഘി ചാരന്മാരെ, പാകിസ്ഥാനുള്ള രാജ്യസ്നേഹികളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ വീടിട്ട ആള് പറയാണ്, അതായത് ഇപ്പൊ 4 ആളെ കഴിഞ്ഞ ആഴ്ച പിടിച്ചല്ലോ, അപ്പോ അതിലെങ്ങാനും ഒരു മുസ്ലിം പേരുണ്ടെങ്കിൽ ആ ബാക്കി 3 ആളിനെ ഒഴിവാക്കും. ബാക്കി 3 ആളിനെ ഒഴിവാക്കിയിട്ട് ആ ഒരു മുസ്ലിം പേരുള്ളതിനെ പിടിക്കും. എന്നിട്ട് പറയും ഇയാളാണ് എല്ലാത്തിനും കാരണം, ഇയാളുടെ കാരണമാണ് മറ്റേ 3 പാവം സംഘികൾ അറിയാതെ ഇയാളുടെ കുത്തിത്തിരിപ്പിൽ ബ്രെയിൻ വാഷിംഗിൽ പെട്ട് ചെയ്തു പോയതാണ്, അല്ലാതെ അവര് ഉത്തരവാദി അല്ല എന്നും പറഞ്ഞിട്ട് ആ ഒരു മുസ്ലിം നാമധാരിയെ കൊല ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, അത് കേരളത്തിൽ വരെ വലിയ വലിയ ചർച്ചയാകുമായിരുന്നു. പക്ഷെ മിണ്ടാട്ടം എന്ന് പറഞ്ഞ സംഗതിയില്ല. ഒരു ചാനലിലും നിങ്ങൾക്ക് ആ വാർത്തകൾ കാണാൻ പറ്റില്ല. അതേസമയം കുറെ നുണക്കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് പാകിസ്ഥാനിൽ ഒരു ഹിന്ദുവിനെ വെടിച്ചു കൊന്നു, അഫ്ഗാനിസ്ഥാനിൽ ഒരു ഹിന്ദുവിനെ വെടിച്ചു കൊന്നു എന്നുള്ള കള്ളക്കഥകൾ ഇഷ്ടംപോലെ കേൾക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ ലോകത്തിന്റെ അറ്റത്ത്, ഇവിടെ ഭൂമിയുടെ അറ്റത്തുള്ള ഏതെങ്കിലും രാജ്യത്ത് അതൊക്കെ കള്ളക്കഥയുണ്ടോ, ഒരു മുസ്ലിം പേരിടും ഒരു അല്ലാത്തൊരാൾക്ക്, എന്നിട്ട് പറയും അവളതാ ഒരു കത്തിക്കുത്തിൽ 4 ആളെ കൊന്നു. നോക്കുമ്പോ എന്താണ് അന്വേഷിച്ച് ചെന്നാല് അതൊരു ക്രിസ്ത്യൻ പേരോ അല്ലെങ്കിൽ ഒരു വേറെ വല്ല പേരൊക്കെ ആയിരിക്കും, മുസ്ലിം പേരായിരിക്കൂല. അപ്പൊ അതൊക്കെ വലിച്ചു കൊണ്ടുവന്ന് കാണിക്കുന്ന ഈ ആൾക്കാർ ഇന്ത്യക്കകത്ത് നടക്കുന്ന ഇത്രയും മാരകമായ ചാരപ്രവർത്തനം, ഇന്ത്യയെ അകത്ത് നിന്ന് ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചാരന്മാരെ കുറിച്ച് എന്തുകൊണ്ടാണ് ഒരു വാക്ക് പോലും പറയാത്തത് എന്ന് ആരാലും അതിശയിച്ചു പോകും. പിന്നെ മറ്റൊന്ന് പറയുന്നത് എന്താ വെച്ചാല്, മദർസ പൊട്ടന്മാർ, മദർസയിൽ പഠിച്ചവർ മാത്രമാണ് തീവ്രവാദി പ്രവർത്തനം നടത്തുന്നത്, അതുകൊണ്ട് മദർസ പൂട്ടണം എന്നാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം, കേരളം മുതൽ കാശ്മീർ വരെ പറയുന്ന ഒരു ഡയലോഗാണ്. മദർസയിലാണ് എല്ലാ തീവ്രവാദം പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മദർസയിൽ പഠിച്ചത് കാരണമാണ് ചാരപ്രവർത്തനം നടത്തുന്നത്. അപ്പൊ ഇവരൊക്കെ എന്താ മദർസയിൽ പഠിച്ചതാ? ഇന്നേ വരെ മദർസയിൽ പഠിച്ച ആരും തന്നെ ചാരപ്രവർത്തനം ചെയ്ത് പിടിക്കപ്പെട്ടിട്ടില്ല, ബോംബ് സ്ഫോടനം നടത്തി പിടിക്കപ്പെട്ടിട്ടില്ല. ഒക്കെ കള്ളക്കഥകളാണ്. അവിടുന്ന് ഇവിടുന്ന് കെട്ടിക്കൂട്ടിണ്ടാക്കിയ പിന്നെ വ്യാജമായി ഉണ്ടാക്കിയ കഥകളിന്റെ മേലെയാണ് ഇവരുടെ ഈ ഒരു ചില്ലുകൊട്ടാര സാമ്രാജ്യം നിലനിൽക്കുന്നത്. ഏതായാലും മദർസയിൽ പഠിച്ച ആളുകൾ എന്തായി എന്നുള്ള ഒരു ചെറിയ വീട് വന്നിട്ടാണ്, അത് നമുക്കൊന്ന് കാണുക. മദർസയിൽ പഠിച്ചതാണ് രാജാറാം മോഹൻ റായ്. और मदरसे से ही पढ़े हैं मुंशी प्रेमचंद जी. രാജാറാം മോഹൻ റായ്ക്ക് ശേഷം മുൻഷി പ്രേംചന്ദ് മദർസയിൽ പഠിച്ചതാണ്. इसके अलावा सरोजनी നായിഡു പഠിച്ചത് മദർസയിലാണ്. डॉक्टर राजेंद्र പ്രസാദ് മദ്രസയിൽ പഠിച്ചതാണ്. और गुरु नानक देव जी. ഗുരുനാനക്, പഞ്ചാബികളുടെ ഏറ്റവും വലിയ ആചാര്യൻ ഗുരുനാനക്, മൂപ്പര് പഠിച്ചതും മദ്രസയിലാണ്. आज के वक्त में TCA राघवन, अजित डोभाल. അത് മാത്രല്ല, അജിത് ഡോവൽ ഉണ്ടല്ലോ, NSL തലപ്പത്തിരിക്കുന്ന, പിന്നെ അതുപോലെ വേറൊരു മന്ത്രിയുടെ ഒരു കാര്യം പറഞ്ഞു. മൂപ്പര് ഇസ്ലാമിക ഭീകരവാദം തകർക്കാൻ വേണ്ടി നടക്കുന്ന
അജിത് ഡോവൽ അയാളടക്കം മദ്രസയിലാണ് പഠിച്ചത്. ബാക്കി കേട്ടോക്കി. जैसे कई राजनायकों ने उर्दू, फारसी, अरबी भाषाएं सीख रखी हैं, तो जिन्हें लगता है मदरसे में पढ़ने से हिंदू बच्चे मुसलमान बन जाते हैं, उनके साथ ये वीडियो शेयर करें. അപ്പോ ഇതാണ് മദ്രസയിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ. പിന്നെ മദ്രസയിൽ പഠിച്ച മുസ്ലിങ്ങളും ഉണ്ട്. എല്ലാവരും നല്ല നിലയ്ക്ക് എത്തി എന്നല്ലാതെ ഒരാളും തീവ്രവാദത്തിലേക്ക് പോയിട്ടില്ല. ഇത് മറ്റുള്ള മതക്കാരല്ലേ, അവരടക്കം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആരാണ് വഴി തെറ്റിപ്പോയത്? ആരും വഴി തെറ്റിപ്പോയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് അസൂയ മൂത്തിട്ടാണ് ഈ മദർസകൾക്കെതിരൊക്കെ, എന്തിനു മദർസ, മൊത്തം മുസ്ലിം സമൂഹത്തിനെതിരെ ഈ രൂപത്തിലുള്ള വ്യാജത്തരം പറഞ്ഞു നടക്കുന്നത്. കാരണം മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യയിൽ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ പറയാന്, എന്തെങ്കിലും എടുത്തു പറയാനൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ മുസ്ലിം രാജാക്കന്മാരുണ്ടാക്കിയ സംഗതികൾ ഏതാണ്ട് 700ഓളം മോണുമെന്റ്സ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും എടുത്തു പറയാനൊന്നുമില്ല. സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരെന്നോ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ പോലെ ആർച്ച ഭാരതെന്നോ അതിലൊന്നും എടുത്തു പറയാനൊന്നുമില്ല, കുറെ കള്ളക്കഥകളല്ലാതെ. ആ അസൂയാണ് വെച്ച് തീർക്കുന്നത്. അതായത് മുസ്ലിങ്ങൾ തലപൊക്കരുത്, അതിനാണ് ഈ രൂപത്തിലുള്ള മദർസ പൊട്ടന്മാരാണ് അത് പറഞ്ഞത്. പക്ഷെ പിടിക്കപ്പെടുന്ന ഫുൾ ചാരന്മാരും ആരാണ്? ഈ പറയുന്ന ഈ സംഘീ ഭീകരന്മാർ തന്നെയാണ്. ഇനി നമുക്ക് ആ വാർത്ത കാണുക. ഇതിപ്പോ പുതുതായി പിടിക്കപ്പെട്ട ഒരുത്തനാണ്. നമ്മുടെ പേര് അനദർ പാകിസ്ഥാനി തീവ്രവാദി ചാരൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ പേര് കുലേന്ദ്ര ശർമ്മ. നല്ല കൊലയുള്ള ശർമ്മയാണ്. കുലേന്ദ്ര ശർമ്മ വാസ് ആൻ എക്സ് IAS, അതായത് ഒരു IAS ഓഫീസറും ആയിരുന്നു. റിട്ടയർ ആയതിനു ശേഷം തുടങ്ങിയിരിക്കുകയാണ് ഈ പരിപാടി. പേഴ്സണൽ വിത്ത് സോ മച്ച് പവർ ആൻഡ് അതോറിറ്റി ഹീസ് വേഴ്സ് ദാൻ ടെററിസ്റ്റ്. അതായത് മുപ്പരുടെ ഈ ഒരു മുൻ പദവിയുടെ ഈ ഒരു അധികാരം വെച്ചുകൊണ്ട് ആരും സംശയിക്കില്ലല്ലോ, അങ്ങനത്തെ ഇത് വെച്ചിട്ട് മൂപ്പര് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുകയാണ്. എന്നുവെച്ചാൽ ഇയാള് തീവ്രവാദികളെക്കാൾ ഭീകരനാണ്. ഇയാളെ തൂക്കിക്കൊന്നാൽ ശരിയാവില്ല, ഇയാളെ തല്ലിക്കൊല്ലണം, ആ രീതിയിലുള്ള ഒരു തീവ്രവാദിയാണ് ഇയാൾ. അസം ന്യൂസ്, റിട്ടയർഡ് IAF പേഴ്സണൽ കുലേന്ദ്ര ശർമ്മ അറസ്റ്റഡ് ഫോർ ലിങ്ക്സ് വിത്ത് പാകിസ്ഥാൻ അല്ലേ. അസം ന്യൂസ്. അപ്പൊ അസമിലൂടെയാണ് ഇയാളുടെ താമസ സ്ഥലം തോന്നുന്നുണ്ട്. എന്താ മൂപ്പരെ ഒരു പോലീസ് കൊണ്ടുപോകുന്നുണ്ട്, നല്ല മാന്യമായിട്ട് കൊണ്ടുപോവാണ്. അസം പേര് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അയാളെ എവിടെ പോയി തന്നെ അറിയില്ല, അത് നിരപരാധി ആയിരിക്കുള്ളൂ. ഇത് അപരാധം ചെയ്തിട്ടും പ്രശ്നമില്ല. അപരാധം ചെയ്താൽ മാത്രമാണ് ഈ പേരുകാരനെ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് ഇങ്ങനെ അല്ലെങ്കിൽ തൊടൂലല്ലോ. അപരാധം ചെയ്യാതെ അറസ്റ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അത് മുസ്ലിം ആയിരിക്കണം. ഓക്കെ, അവിടെ പറയാണ് തന്നെ റിട്ടയർഡ് IAF പേഴ്സണൽ കുലേന്ദ്ര ശർമ്മ അറസ്റ്റഡ് ഫോർ ലിങ്ക്സ് വിത്ത് പാകിസ്ഥാൻ. ഈ വാർത്ത എന്തുകൊണ്ടാണ് കേരളത്തിൽ ആരും തന്നെ പറയാത്തത് എന്ന് നിങ്ങൾ അതിശയപ്പെടേണ്ട. കാരണം ആ പേര് തന്നെയാണ്, വേണ്ട എലമെന്റ് ഇല്ലല്ലോ. മുസ്ലിം എലമെന്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് പിന്നെ എല്ലാവരും ചാടി ഇറങ്ങി നൃത്തം ചോട്ടാൻ പറ്റുള്ളൂ. ഏത് സോഫ്റ്റ്വെയർ, ജിഹാദ്, ആൽ ജിഹാദ്, ചാരപ്രവർത്തന ജിഹാദ് അങ്ങനെ പറയണമെങ്കിൽ ആ പേര് വേണം. പേരില്ലെങ്കിൽ ഒന്നും നടക്കൂല. അപ്പൊ ഈ ഇരട്ടത്താപ്പ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മറുഭാഗത്ത് കൂടെ ഇതിപ്പോ 61ാമത്തെ ആളാണ് ഈ വർഷം മാത്രം പിടിക്കപ്പെടുന്ന ചാരൻ. അപ്പോ സങ്കടം എന്താ വെച്ചാല് സെഞ്ചുറി തികഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടമാണ്. ഇനി നമുക്ക് ഒരു വാർത്തയും കൂടി കാണാം. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ തീവ്രവാദി, ചാരൻ തീവ്രവാദി എന്നൊക്കെ പറയുന്ന, അതും ചാരപ്രവർത്തനത്തിനേക്കാൾ മാരകമായ കാര്യങ്ങൾ ചെയ്തത്. എന്നാൽ രാജ്യത്തിന് ഒറ്റിക്കൊടുക്കുക മാത്രമല്ല, രാജ്യത്തിനെ വഞ്ചിക കൂടി ചെയ്ത ഒരു തീവ്രവാദിയാണ് സവർക്കർ. ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി നടന്ന സ്വാതന്ത്ര്യ സമര പോരാളികളെ വഞ്ചിച്ച, ഒറ്റിക്കൊടുത്ത, ഇന്ത്യയിലെ ജനങ്ങളോട്, ഹിന്ദുക്കളോട് നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് പോകണ്ട എന്ന് പറഞ്ഞ ആ കൊടും തീവ്രവാദി, ഇന്ത്യയിലെ ആദ്യത്തെ തീവ്രവാദി. ആ തീവ്രവാദിയുടെ പേരിൽ ഒരു അവാർഡൊക്കെ ഉണ്ട്. ആ അവാർഡ് കിട്ടിയത് ആർക്കാണ് എന്ന് നിങ്ങൾ കണ്ടാൽ ചിരിക്കാതിരിക്കില്ല. കണ്ടോക്കി, എന്താ ആർക്കാ കിട്ടിയത്? ശശി തരൂർ. കോൺഗ്രസ് പാർട്ടിയിലാണ് ഇപ്പോ, പക്ഷെ ഏത് നിമിഷവും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രഥമ, ആ വാക്ക് ശ്രദ്ധിക്കുന്നുണ്ട്, പ്രഥമ എന്ന് വെച്ചാൽ ഈ വർഷമാണ് സവർക്കർ പുരസ്കാരം പറഞ്ഞിട്ടുള്ള ഒരു പുരസ്കാരം തുടങ്ങിയത്. ഇതിനു മുമ്പ് ഇല്ല. അതാണ് ഈ പ്രഥമ. പ്രഥമ സവർക്കർ പുരസ്കാരം ശശി തരൂറിന്. പുരസ്കാരം രാജ്നാഥ് സിംഗ് സമ്മാനിക്കും. അത് വാങ്ങാൻ നാണം കെട്ട് നാവ് നീട്ടി നക്കാൻ വേണ്ടി പോവുകയും ചെയ്യും.
കാരണം അതാണ് ഇപ്പോ ശശി തരൂരിന്റെ അവസ്ഥ. നല്ലൊരു മനുഷ്യരായിരുന്നു, ഇങ്ങനെ നശിക്കുന്ന ആരും പ്രതീക്ഷയില്ല. ആകെ കാൽ കാശിനില്ലാതായി. അല്ലെ, മൂപ്പരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അയാളുടെ ടാലന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾക്കൊരു വിദേശകാര്യമന്ത്രിയൊക്കെ ആവേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇന്ത്യ വിദേശകാര്യമന്ത്രി, കാരണം ആൾക്ക് നല്ല എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യും, പ്രസന്റബിൾ ആണ്. പക്ഷെ നോക്കുമ്പോൾ കോൺഗ്രസ്സാണ് മൂപ്പരുള്ളത്. കോൺഗ്രസ് ആണെങ്കിൽ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിക്കൂല, അവരുടെ സർക്കാർ വരൂല. കാരണം എന്താണ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദി കമ്മീഷന്റെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പ്രതീക്ഷയും നശിച്ചപ്പോൾ മൂപ്പര് കണ്ട ഒരു വഴിയാണ് ഒരു കാര്യം ചെയ്യുക, BJP-യിൽ ചേരുക. BJP-യിൽ ചേർന്നാൽ പിന്നെ അവരെപ്പോഴും ജയിക്കും ചെയ്യും. നമുക്ക് എപ്പോഴും വിദേശകാര്യമന്ത്രിയോ അല്ലാത്ത മന്ത്രിയൊക്കെ മാനേജും ചെയ്യാന്ന് പറഞ്ഞിട്ടിപ്പോ അതിലേക്ക് ചാടാനുള്ള അങ്ങനെ ഒറ്റക്കാലുമേ നിൽക്കുകയാണ്, ഒറ്റക്കാലുമേ. അപ്പൊ എന്ത് ചെയ്ത് എന്നാ കിടക്കട്ടെ, ഒരു തീവ്രവാദ പുരസ്കാരം കണ്ടറിഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. കാരണം ഏതായാലും രാജ്യത്തിന് വഞ്ചിക്കാൻ പോവാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, അതിന് ചേർന്ന ഒരു അവാർഡ് തന്നെ കൊടുക്കണല്ലോ. അതാണ് ഈ തീവ്രവാദ അവാർഡ്, എന്താണ്, സവർക്കർ പുരസ്കാരം. അപ്പോ തീവ്രവാദ അവാർഡ് കൊടുക്കുന്നവർ തീവ്രവാദത്തിലേ ചെയ്യുള്ളൂ, ചാരപ്രവർത്തനത്തിലേ ചെയ്യുള്ളൂ. അതാണ് ഈ ഒരു വർഷം 61 ചാരന്മാരെ നിങ്ങൾ ഇടതടവില്ലാതെ കണ്ടത്. ഏതായാലും നല്ലൊരു കാര്യം എന്താ വെച്ചാൽ ചർച്ച ഇവിടെ ഉണ്ടായില്ല. മതമോ ഗ്രന്ഥമോ പ്രവാചകനോ ദൈവമോ സോഫ്റ്റ്വെയറോ മദർസയോ ഒന്നും തന്നെ കടന്നു വന്നില്ല ഈ 61 കേസിൽ എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.